ഹലോ അസ്സാം വലൈക്കും. അങ്ങനെ നമ്മൾ ഇപ്പോൾ എവിടെയെന്ന് വെച്ചാൽ സഫാരി കേവിൻ്റെ അകത്തട്ടോ ഓരോ ഭാഗങ്ങളിങ്ങനെ കണ്ടു തീർക്കുവാണേ. ഇതില്ലേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അന്തിമ മനുഷ്യൻ്റെ യുഗം എന്ന് പറയുന്ന മാരത്തെ ഗുഹയിലാണ് കേട്ടോ. അതുപോലെയുള്ള ഗുഹയിലാണ്. അതുപോലുള്ള ഗുഹ അതാ തൊടിയിലുണ്ട്. അതിലൊക്കെ ഓരോരോ മൃഗങ്ങളുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പറയില്ലേ, എവിടെ നോക്കിയാലും ആളുകളുടെ തിക്കും തിരക്കും ബഹളമായിരിക്കും. സെൽഫി എടുക്കുക, വീഡിയോ കോളിൽ കാണിച്ചു കൊടുക്കുക, അങ്ങനത്തെ. ഇതിപ്പോൾ കുറുനരിയെ തോന്നുന്നു കേട്ടോ കിടക്കണ കാണുമ്പോൾ. എന്തായാലും ശരി, കൊച്ചിന് പിന്നാലെ ഞാനിങ്ങനെ പോയി അവനെടുക്കണ പോലെ സെൽഫിയൊക്കെ എടുത്തു. പിന്നെ എവിടെ നോക്കിയാലും വാനരന്മാരുടെ ഒരു തിരക്കും ബഹളമാണ്. അവർക്ക് പിന്നെ ഇന്ന സ്ഥലമൊന്നുമില്ല കേട്ടോ. ഇതിങ്ങനെ കാണാൻ, ഈ വൈബ് ഇങ്ങനെ കാണാൻ എന്ത് ഭംഗിയല്ലേ. പാറ കൊണ്ട് തീർത്ത ഗുഹകളും മുള കൊണ്ട് തീർത്ത വേലികളും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അതിൻ്റെ ഇടയിൽ എൻ്റെ പക്ഷെ ഒന്ന് ഫോട്ടോ എടുക്കുക എന്ന് പറഞ്ഞിട്ട് ഈ സിംഹത്തിൻ്റെ അടുത്തിങ്ങനെ നിന്നോ. ഞാൻ ഫോട്ടോ എടുത്തു എന്ന് കളവും പറഞ്ഞ് വീഡിയോ എടുത്ത് ഞാനിങ്ങനെ വന്നപ്പോൾ കാണുന്നതാണ്. കുഞ്ഞാറ്റനെയും കൊണ്ട് മനു അവിടെ സിംഹത്തിനെ പേടിപ്പിച്ചിരിക്കുന്നത്. പിന്നെ കമിതാക്കളെ പോലെ പാപ്പിയും ബേബിയും നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ റിനുമോളെയും ആഷിമോനെയൊന്നും കാണാനുള്ളൂ കേട്ടോ. എവിടേക്ക് മുങ്ങിയെന്നറിയില്ല. ഇത് കണ്ടോ സീബ്ര. സീബ്രനെ എപ്പോഴും എനിക്കിഷ്ടമാണ്. ഒരു പാവം പിടിച്ചൊരു മനുഷ്യനെ പോലെ, ഒരു മൃഗത്തിനെ പോലെ തോന്നും എനിക്ക്. പാവം പിടിച്ചൊരു സംഭവമാണത് സീബ്ര. ഞാൻ പറഞ്ഞില്ലേ, വാനരന്മാർ എവിടെ നോക്കിയാലും വരിക. പിന്നെ അത് ചിമ്പാൻസിയിലും പെടും, സാധാ കുട്ടിക്കുരങ്ങിലും പെടും. പിന്നെ ഇവർക്ക് കളിക്കാനുള്ള കയറും കാര്യങ്ങളും എല്ലാം അവിടെ സെറ്റപ്പാക്കിയാലും ശരി, ഇവരപ്പുറം മതിൽ ചാടിയിട്ട് അപ്പുറത്തവരോട് കുശലം പറയാൻ പോകും തോന്നുന്നു കേട്ടോ. ഇവരൊക്കെ എൻ്റെ സോനുട്ടിനെ പോലെ എന്തിനാ ദേഷ്യപ്പെട്ടിരിക്കണേന്ന് അറിയില്ല. സോനുട്ടി മീൻസ് മൈ ബ്രദറിൻ്റെ കുട്ടി. അങ്ങനെ ഈ കുറുമ്പി പോവുകയാണ്. ഞങ്ങളാകെ വിഷമത്തിലാണ്. ഇവരിതാ കുറച്ച് കഴിഞ്ഞാൽ പോവും കേട്ടോ. കുറച്ച് കഴിഞ്ഞു ഞങ്ങൾ യാത്ര പറയുകയാണ് കേട്ടോ. ഉഷിന് സങ്കടം കൊണ്ട് കണ്ണ് നിറയുന്നുണ്ട്. ഞാൻ പിന്നെ ഉള്ളിലാണ് കരയണത്, പുറത്ത് കാണിക്കണില്ലെങ്കിൽ പോലും കണ്ണ് നിറയണു. ബേബി കരഞ്ഞ് ബേബി കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ബേബിയുടെ കരച്ചിലാണ് ഉഷിനെ തീരെ താങ്ങാൻ പറ്റാത്തത്. എനിക്കിതാണ്ടോ ഈ കുറുമ്പിനെ എൻ്റെ കുട്ടികളെയും കൂടെ അങ്ങനെ നോക്കിയിട്ടുണ്ടാവില്ല. അങ്ങനെ ഞാനിതിനെ നോക്കിയത്. എനിക്ക് ഭയങ്കര വിഷമം കേട്ടോ, സങ്കടം നിൽക്കണില്ലേ. എല്ലാവരും കുറുമ്പിനെ എടുത്ത് മുമ്പ് വെച്ച് യാത്ര പറയാണ്. പാപ്പ എല്ലാവരോടും യാത്ര പറഞ്ഞ് കാറിൽ കയറുകയാണ് കേട്ടോ. ഇവളാണെങ്കിൽ അവളുടെ അബ്ബനെ കിട്ടിയില്ലേ കുറുമ്പിക്ക്, കുഞ്ഞാറ്റ പിന്നെ അവൾക്ക് എന്താ അറിയാം, ബേബി പറയുന്നുണ്ട് ടാറ്റ കാണിക്കുമെന്ന്. അവൾ ചീക്കുന്നുണ്ട്. ഞങ്ങൾ പോണത് സന്തോഷമാണോ അറിയില്ല. എന്തായാലും ശരി, അവർ പോവുകയാണ്. പാപ്പാക്ക് ലീവില്ല, അതുകൊണ്ട് ഞങ്ങളുടെ ലോകത്തിൻ്റെ നിറം മങ്ങി കേട്ടോ. ഞങ്ങളുടെ ലോകത്തിൻ്റെ നിറം മങ്ങി. ഇവർ പോയാൽ പിന്നെ ഞങ്ങൾക്ക് എന്ത് ആഘോഷം, എന്ത് സന്തോഷം. ഇവരില്ലാതെ എന്ത് ആഘോഷം. അവരോട് യാത്ര പറഞ്ഞ് വീണ്ടും ഞങ്ങളുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കണു. ബുർജ് ഖലീഫ അതാ നമ്മളെ കാത്ത് നിൽക്കണു. വീണ്ടും ദുബായിക്ക് തന്നെ പോവുകയാണ് തിരിച്ച്. അപ്പം ഞാൻ ഒരിക്കൽ കൂടി പറയട്ടെ, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി നമ്മൾ പോണത് സ്വർണ്ണ ഖനിയിലേക്കാണ്. അത് നാളെ കാണിക്കാം കേട്ടോ. ഓക്കെ, ടാറ്റ, ബൈ ബൈ, സി യു.